ദിവസങ്ങൾക്ക് മുൻപ് ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നെന്ന വാർത്ത ആശങ്കയോടെയാണ് കേട്ടത്. കാട്ടുതീ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചതാകട്ടെ പിങ്ക് പൗഡറും. കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ഹെലികോപ്റ്ററുകൾ വഴി വെള്ളം സ്പ്രേ ചെയ്തതിന്റേതടക്കം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നാം കണ്ടതാണ്. എന്നാൽ തീ അണയ്ക്കാൻ പിങ്ക് നിറത്തിലുള്ള ഒരു പൊടി വിതറുന്നതും അത് വീടുകൾക്കും കാറുകൾക്കും മുകളിൽ തങ്ങി നിൽക്കുന്നതിന്റെയും ചിത്രങ്ങളും പ്രചരിച്ചു. ലോസ് ഏഞ്ചൽസിലെ ജനങ്ങൾക്ക് അത് പതിവ് കാഴ്ചയാണെങ്കിലും നമുക്കത്ര സുപരിചിതമല്ല. എന്തായിരുന്നു പിങ്ക് നിറത്തിലുള്ള ആ പൊടിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞത്. അമേരിക്കയിൽ 1963 മുതൽ പടരുന്ന തീ തടയാനായി ഉപയോഗിക്കുന്ന ഫോസ്റ്റെക് എന്ന വസ്തുവാണ് പിങ്ക് നിറത്തിലുള്ള പൊടി. പെരിമീറ്റർ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. തീ പടർന്നു പിടിക്കുന്നത് തടയാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഫോസ്റ്റെക്. തീ പിടിക്കുന്നിടത്ത് നേരിട്ട് പൊടി വിതറുന്നതിന് പകരം തീ പിടിക്കുന്നത് തടയാനായി മുൻകൂട്ടിയും ഈ പൊടി വിതറിയിടാറുണ്ട്. പൊടി വീണുകിടക്കുന്ന സ്ഥലം, വാഹനങ്ങൾ തുടങ്ങിയവ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ആളുകളെ രക്ഷിക്കാനും സാധിക്കും എന്നതിനാലാണ് ഇതിന് പിങ്ക് നിറം നൽകിയിരിക്കുന്നത്. തീ കത്തിപ്പടരുന്നതിന്റെ വേഗം കുറയ്ക്കാനും ഈ പൊടി സഹായിക്കും. ദിവസങ്ങളോളം സൂര്യവെളിച്ചം തട്ടുന്നതനുസരിച്ച് പൊടിയുടെ നിറം മങ്ങി സാധാരണ നിറത്തിലേക്ക് മാറുകയും ചെയ്യും. ഉപ്പും അമോണിയം പോളിഫോസ്ഫേറ്റുമാണ് ഇതിലെ പ്രധാനികൾ. തീപിടുത്തം കൂടുതലായി നേരിടുന്ന പ്രദേശങ്ങളിൽ വെള്ളത്തേക്കാൾ ഉപകാരമാകുന്നത് ഫോസ്റ്റെക് ആണ്. വെള്ളത്തേക്കാൾ ദീർഘനേരം ഇത് നിൽക്കുന്നതാണ് ഫോസ്റ്റെക്കിന്റെ പ്രധാന ഗുണം. എന്നാൽ ചില പരിമിതികളും ഇതിനുണ്ട്. കാറ്റ് വീശുന്ന സമയങ്ങളിൽ ഹെലികോപ്റ്ററുകൾ വഴി പൊടി വിതറാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഫലപ്രദമാവില്ല. ഇത്തരം ഘട്ടങ്ങളിൽ പൊടി വീഴുമ്പോൾ തന്നെ അത് ചിതറിപ്പോവും. എന്നാൽ കാട്ടുതീ അണയ്ക്കാൻ സഹായിക്കുന്ന ഫോസ്റ്റെക് മനുഷ്യരുടെ ആരോഗ്യവും ആവാസ വ്യവസ്ഥയും അപകടത്തിലാക്കുമെന്ന ചില ആശങ്കകൾ പരിസ്ഥിതി വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരം കെമിക്കലുകൾ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണ്. ലക്ഷക്കണക്കിന് ഇത്തരം പദാർത്ഥങ്ങളാണ് കാട്ടുതീ അണയ്ക്കാൻ ഹെലികോപ്റ്ററുകൾ വഴി വിതറുന്നത്. ഇത് വന്യജീവികളുടെ ആരോഗ്യത്തിനും മനുഷ്യരുടെ ആരോഗ്യത്തിനും ഹാനികരമാകുന്നതും നദികളും പുഴകളും മലിനമാകുന്നതുമാണെന്ന് വിദഗ്ധർ പറയുന്നു. ലോസ് ഏഞ്ചൽസിൽ തീ ആളിപ്പടർന്ന സമയങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫോസ്റ്റെക് സൊല്യൂഷനുകളാണ് ഉപയോഗിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.